നമസ്കാരം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും പ്രേക്ഷകരുടെ മുമ്പിലേക്ക് എത്തുകയാണ്. നമുക്കറിയാം, ഇന്നലെയായിരുന്നു നമ്മുടെ പ്രിയപ്പെട്ട ലാലേട്ടൻ ഒരു പ്രോഗ്രാം കഴിഞ്ഞിറങ്ങുമ്പോൾ മാധ്യമപ്രവർത്തകർ അദ്ദേഹത്തിൻ്റെ അടുത്ത് അദ്ദേഹത്തിൻ്റെ മകൾ വിസ്മയ അഭിനയിക്കുന്ന സിനിമയുമായി ബന്ധപ്പെട്ട് പ്രതികരണത്തിന് വേണ്ടി പോകുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് അത് പറഞ്ഞു, എനിക്കറിയില്ല എന്ന് പറയുന്നു. പിന്നെയും ചോദ്യങ്ങൾ ഉയർത്തി മൈക്കുമായി പോയി 24-ൻ്റെ മൈക്ക് അദ്ദേഹത്തിൻ്റെ നെറ്റിയിലും കണ്ണിലുമായിട്ട് മുട്ടുകയും ചെയ്തു. അദ്ദേഹത്തിന് വേദന ഉണ്ടാവുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാക്കാം, അദ്ദേഹം ഇപ്പോൾ ആ 24-ൻ്റെ റിപ്പോർട്ടർ അദ്ദേഹത്തിനെ ലാലേട്ടനുമായി സംസാരിക്കണമെന്ന് പറയുകയും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ആൾ വിളിച്ചു പറയുകയും ചെയ്തു. ഉടൻ തന്നെ അദ്ദേഹം വിളിക്കൂ, ഞാൻ അദ്ദേഹമായിട്ട് സംസാരിക്കാം. എന്നിട്ട് അദ്ദേഹം പറയുന്ന ഒരു വാക്കുണ്ട്, എന്ത് എളിമയാണ് മോഹൻലാൽ എന്ന് പറഞ്ഞ വ്യക്തിക്ക് എന്ന് ഈ സംസാരത്തിൽ നിന്ന് മനസ്സിലാക്കാം. അത്തരമൊരു ആളുകളെ മാധ്യമപ്രവർത്തകർ പിന്നാലെ നടന്ന് ബുദ്ധിമുട്ടിക്കുമ്പോൾ, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഞാനും മാധ്യമപ്രവർത്തകനായിരുന്നു, മുഖ്യധാര മാധ്യമങ്ങൾ ഉണ്ടായിരുന്ന ഒരാളാണ്. അത്തരമൊരു സംഭവം ഉണ്ടായപ്പോൾ വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ അതേക്കുറിച്ച് ചർച്ചയായി. ഇപ്പോൾ അദ്ദേഹവുമായിട്ട് സംസാരിക്കണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ മോഹൻലാൽ തന്നെ ആ റിപ്പോർട്ടറിനെ വിളിച്ച് സംസാരിച്ച ഒരു ഓഡിയോ ആണ് എനിക്ക് കിട്ടിയത്. ആ ഓഡിയോ ഒന്ന് കേട്ടു നോക്കുക. അദ്ദേഹം പറയുന്ന ഇത്രയും എളിമയുള്ള ഒരു മനുഷ്യനെ, ഇത്രയും എളിമയുള്ള ഒരു വ്യക്തിയെ നമ്മൾ കണ്ടിട്ടുണ്ടാകില്ല. അദ്ദേഹം പറയുന്നത് കേട്ടു നോക്കൂ. ഹലോ, ഞാൻ ലാലാണ്. ഹലോ സാറേ, ലാലേട്ട, എനിക്ക് ഒരു അബദ്ധം പറ്റിയാണ്. ഞാനത് കഴിഞ്ഞ കാര്യമല്ലേ? അതെ, എന്നാലും ഞാൻ ചെയ്യാൻ പാടില്ലായിരുന്നു. അതെ, ഞാനങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. എനിക്ക് ഇത് എന്തറിയോ, നമ്മളെ ഒരു 5 മണിക്കോ അല്ലെ 6 മണിക്കോ ഒരു പോസ്റ്റ് ഇടുന്ന പറയുന്നു, നമ്മൾ ഇട്ടോളാൻ പറയുന്നു. അതിന്റെ ഫംഗ്ഷന് കയറുന്നു. അതിന്റെ ഇടയ്ക്ക് എന്താണ് ന്യൂസിൽ വരുന്നത് എനിക്കറിയില്ല. അറിഞ്ഞൂടാത്തൊരു കാര്യം സംസാരിക്കുന്നു. അത് ഞാൻ പറഞ്ഞു, എനിക്കറിയില്ല ന്യൂസ് എന്താണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അറിഞ്ഞൂടാത്തൊരു കാര്യം ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എനിക്കറിയില്ല, അറിഞ്ഞിട്ട് പറയാന്ന് പറഞ്ഞു. അതെ, ഞാൻ ആ ഒരു ആവേശത്തിന് വെച്ചു പോയത്, മൈക്ക് വെച്ചു പോയത്. അതായത് പിടികെട്ട് കൊള്ളാവുന്ന തങ്ങിക്കൊള്ളു, കുഴപ്പമില്ല. ഞാൻ ആവേശത്തിന് മൈക്ക് വെച്ചായിരുന്നു. എന്ത് ചെയ്യാൻ പറ്റും, ഇവർക്ക് മാധ്യമം അങ്ങനെയല്ലോ. ഇപ്പൊ ഒന്നും കിട്ടിയില്ലേ നിങ്ങളെ കയറി പിടിച്ചു, ഇത്രയേ ഉള്ളൂ. വേറെ എന്ത് കൈ ലോക്കായി. ഞാൻ നോക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു മിനിറ്റ് സമാധാനമായില്ലേ? സന്തോഷം, സമാധാനമായി കേട്ടാ. അതാ പറഞ്ഞ ഒരു പൂ ചോദിച്ചാൽ ഒരു വസന്തം തരുന്ന ആളാണ് മോഹൻലാൽ. അത്രേ ഉള്ളൂ, മനസ്സിലായോ? ഞാൻ പറഞ്ഞു, ഇങ്ങനെ വിളിച്ചെന്ന് പറഞ്ഞപ്പോ എന്റെ അടുത്ത് പറഞ്ഞു, നമ്പർ ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങോട്ട് വിളിച്ച് പറയണം. അങ്ങനെ വിളിപ്പിച്ചു കേട്ടോ. ഓക്കെ, വിളിച്ച് നിങ്ങളെ മാനേജ്മെന്റിന്റെ അടുത്തും മറ്റുള്ള പത്രക്കാരടുത്തും ഒക്കെ വിളിച്ച് പറയണം, ഇതാണ് മോഹൻലാൽ എന്ന് പറയുന്നത്. എന്റെ അടുത്ത് രാവിലെ ഒരു പത്രത്തിന് വിളിച്ച് ചോദിച്ചു, ഇത് പിന്നെ CMO ഒക്കെ ആണെങ്കിൽ എന്തായാലും മനസ്സിലായില്ലേ? അപ്പൊ അവരത് പറഞ്ഞത് ഈ മനുഷ്യൻ ദുരിതാണെന്നുള്ളതാണ്. ഇങ്ങനെ മോനെ എന്നൊക്കെ പറഞ്ഞ് വിളിച്ചില്ലേ? ഓക്കെ, അദ്ദേഹം പറഞ്ഞ വാക്കുകൾ കേട്ടിരുന്നില്ലേ? അതിനുശേഷം അദ്ദേഹത്തിന് മറ്റാരോ വിളിച്ചപ്പോഴാണ് അദ്ദേഹം അത് കൊടുക്കുന്നത്. ഞാനുള്ള പേര് വെളിപ്പെടുത്തുന്നില്ല. അപ്പോൾ അദ്ദേഹം പറയുന്നത്, ഒരു പൂ ചോദിച്ചപ്പോൾ പൂക്കാലം തരുന്ന ആളാണ് മോഹൻലാൽ, അതാണ് ലാലേട്ടൻ, നിങ്ങളെല്ലാവരും വിളിച്ചറിയിക്കൂ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇത്രയും മനസ്സിൻ്റെ നല്ലൊരു ഉടമ എവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും? ലാലേട്ടനെ പോലെ ഒരു സ്ഥലത്തും കാണാൻ കഴിയില്ല. അതാണ് ലാലേട്ടൻ. ആ ലാലേട്ടനെ വേദനിപ്പിച്ചാൽ ഒത്തിരി ആളുകൾ നിങ്ങൾക്കെതിരാവും. അദ്ദേഹം അതിനകത്ത് പറയുന്നുണ്ട്, 5 മണിക്ക് ഒരു അനൗൺസ്മെൻ്റ് ഉണ്ട്, അത് നിങ്ങൾക്ക് എല്ലാവരും കേട്ടിരുന്നല്ലോ. അതിനുശേഷം എന്താണ് വാർത്ത വന്നതെന്ന് അദ്ദേഹം അറിഞ്ഞിട്ടില്ല. അതാണ് സത്യം. അതിലെന്താണ് വാർത്ത വന്നതെന്ന് അദ്ദേഹത്തിന് അറിയില്ല. അപ്പോൾ ആ വാർത്തയുടെ പ്രതികരണമാണ്. എന്താണ് വാർത്തയെന്ന് അദ്ദേഹം അറിയില്ല. അപ്പോൾ ചാടിക്കയറി പ്രതികരിക്കാൻ കഴിയില്ല. വീണ്ടും അദ്ദേഹം പോകുമ്പോൾ മൈക്കുമായി ഓടി നടന്ന്. പക്ഷെ ആ റിപ്പോർട്ടർ മാന്യനാണ് റിപ്പോർട്ടർ. ആ റിപ്പോർട്ടറിന് മാന്യനാണ് എന്ന് തന്നെ പറയണം. കാരണം അദ്ദേഹത്തിനുണ്ടായ വിഷമം ലാലേട്ടനുമായിട്ട് പങ്കുവച്ചു. ലാലേട്ടൻ തിരിച്ചു വിളിച്ച്, അപ്പോഴും ലാലേട്ടൻ കൗതുകത്തോട് തമാശ, മോനെ ഞാൻ നോക്കി വെച്ചിട്ടുണ്ട്. അതെടുത്ത് മോഹൻലാൽ പറഞ്ഞത് ഒരു പ്രതികാര ബുദ്ധിയോ എന്ന് പറഞ്ഞ് വാർത്ത ചെയ്ത ആളുകളുമുണ്ട്. കാർഡുകളും തമ്പും കൊടുത്തവരുണ്ട്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഞാൻ ഇന്നലെ വാർത്ത ചെയ്തു, ഇതൊരു മാധ്യമ ധർമ്മമല്ല എന്ന് ഞാൻ പറഞ്ഞിരുന്നു.
ഒരു ഖേദം പ്രകടിപ്പിക്കാൻ തയ്യാറായിട്ടില്ല എന്ന് പറഞ്ഞു. ആ ഖേദപ്രകടനമാണ് ഇപ്പോൾ ഞാൻ പ്രേക്ഷകരുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത്. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ.